എന്റെ പോന്റെ അജിത്തെ നിങ്ങളുടെ ചാനലുണ്ട് നസീർക്ക് എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങ് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ. എന്തോരം പ്രേമമായിരുന്നറിയോ. സംഭവപ്പെട്ടെന്നല്ല പറഞ്ഞ സംഭവിച്ചത് സംഭവിച്ചു. നാളെ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത്, വടിച്ചേച്ച് വരണം. ഞാൻ ഈ അട്ടപ്പാടിയിലൊക്കെ തന്നെ കാണും. പിള്ളേരെ കടിയടച്ചത് കേട്ട് പുരുഷമല്ലേ, അനുഗ്രഹിക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ആട്ടെ, നിങ്ങളിൽ ആർക്കാ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നു? ചിലക്കത് കാശിന് വേണ്ടി മാത്രമുള്ള പണിയല്ല. നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ. നമസ്കാരം, ഞാൻ ബിന്ദുജ. മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ ഇങ്ങനെ ഒരു താരം എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ താരമായിട്ട് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് മിമിക്രി വേദികളിൽ നിറസാന്നിധ്യമായിട്ടുള്ള നിഖിൽ കോട്ടയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നിഖിലേട്ടാ, ഈ മിമിക്രി രംഗത്തേക്ക് കടന്നു വരാനുള്ള കാര്യം എന്താണ്? സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ മിമിക്രിയിൽ ചെറുതായിട്ട് ഈ പക്ഷികളുടെ സൗണ്ടും പട്ടി പൂച്ച ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് പിന്നാണ് സിനിമാ താരങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ ചില രാഷ്ട്രീയ സിനിമാ മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരുടെ സൗണ്ട് എടുത്തിട്ട് കുറച്ച് ഒരു 10 ശബ്ദം പഠിച്ചാണ് വന്നത്. അതിനുശേഷമാണ് ഞാൻ ദുബൈയിലേക്ക് പോകുന്നത്. 2005 ദുബൈയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഒരുപാട് നമുക്ക് സമയം കിട്ടിയതാ. ഈ എക്സ്ട്രാ ടൈം ജോലി സമയത്തും ഒക്കെ സമയം കിട്ടും. അങ്ങനെ ഓരോ സൗണ്ട് ഇങ്ങനെ പഠിച്ച് അങ്ങനെ അവിടെ കുറച്ച് വേദികൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടി. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ 2018 നമ്മുടെ ഫ്ലവേഴ്സ് TV കോമഡി ഉത്സവം ആരംഭിക്കുന്നത്. അപ്പൊ കോമഡി ഉത്സവത്തിലാണ് ആദ്യത്തെ എനിക്കൊരു ഫ്ലോർ കിട്ടിയത്. അവിടാണ് നമ്മുടെ മിഥിലാജ് സാർ ഡയറക്റ്റ് ചെയ്ത കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെയാണ് നമ്മുടെ TV ഷോയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അതിനുശേഷം 3-4 ചാനലുകൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷം 2019 നമ്മുടെ കോമഡി ഉത്സവത്തിന് ഗിന്നസ് എന്ന വേൾഡ് റെക്കോർഡ് കിട്ടിയത്. പിന്നെ ഒരുപാട് അനവധി നമ്മൾ ഒന്നിച്ച് പിന്നല്ലേ എത്ര സ്റ്റേജ് പ്രോഗ്രാം മത്സരം നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ 2013-14 കാലഘട്ടത്തിലാണ് നമ്മള് കേരളോത്സവം ആറന്മുള പഞ്ചായത്ത് നമ്മളുടെ കൂടെ മത്സരിച്ചത്. അതൊക്കെ ഒരു നല്ല ഒരു അനുഭവങ്ങളാണ്. ഒരുപാട് സ്റ്റേജ് ഷോസുകളാണ് നമ്മള് കോമഡി ഉത്സവം ഫ്ലോറിന് ശേഷം നമുക്ക് കിട്ടിയത്. അത് നല്ല ഒരു അനുഭവം തന്നെയാണ്. ചേട്ടാ, അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് നമ്മുടെ കലാരംഗത്ത്? കുടുംബത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനമ്മമാരായിട്ട് കലാഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേങ്കില് എവിടുന്നോ ആരുടെയാണെന്ന് അറിയില്ല, ഒരു ഗിഫ്റ്റ്, ദൈവം ഒരു ഗിഫ്റ്റ് തന്ന പോലെ ഒരു ചെറിയ മിക്കവാറും ഉള്ള മിമിക്രി മാത്രമല്ല, ഇടയ്ക്ക് ചെറിയതായിട്ട് പാടുക, ഇമിറ്റേറ്റ് പാട്ടും, അതുപോലെ തന്നെ ചെണ്ട. എനിക്ക് തോന്നുന്നു എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്ത വയലിനും ഗിത്താറും പിന്നെ ഈ കീബോർഡും മാത്രമേ ഉള്ളൂ. ബാക്കി ചെണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെണ്ട, പിന്നെ അതുപോലെ തബല, മൃദംഗം. കുഞ്ഞുങ്ങളൊക്കെ ഈ ഫീൽഡിലുണ്ട്. കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ മക്കള്. വൈഫാണെങ്കിൽ വൈഫിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35-40 വർഷമായിട്ട് നാടക ഫീൽഡില്ല. അച്ഛൻ്റെ പേര് മുരുകദാസ്. പുള്ളി ബാലെ ഫീൽഡില്ല. അപ്പം പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തരും. എങ്ങനെ സ്റ്റേജ് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അതുപോലെ തന്നെ വൈഫാണെങ്കിൽ ഡാൻസറാണ്, നല്ല ഒരു കലാകാരിയാണ്, ഡാൻസ് ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പം നമ്മുടെ യൂട്യൂബ് നോക്കിയിട്ട് ഈ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് തന്നാണ് ഡാൻസ് പഠിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കുഞ്ഞുങ്ങൾക്ക്, എന്റെ മക്കൾക്ക് ഒരു ചെറിയ ശോഭിക്കാൻ കഴിയട്ടെ. അതെ. ചേട്ടാ, നമ്മൾ മിമിക്രി അനുകരിക്കുന്ന സമയത്ത് ചേട്ടന് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയ ഒരു ആർട്ടിസ്റ്റിന്റെ വോയിസ്, പിന്നെ ഇപ്പം പുതുതായിട്ട് ആരെയൊക്കെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്? ഞാൻ നമ്മുടെ കോമഡി ഉത്സവത്തിലാണ് ആദ്യമായിട്ട് നല്ലൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സലീം കുമാർ ചേട്ടന്റെ ശബ്ദമാണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറെ ശബ്ദങ്ങൾ ചെയ്യും. ഏകദേശം ഒരു 10-70 സൗണ്ടെങ്കിലും ഇപ്പം സ്പോട്ട് ഡബ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം വിഷ്വൽ കാണുന്നുണ്ട്. വിഷ്വൽ ഇട്ട് നമ്മൾ സ്പോട്ട് ഡബ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അന്ന് 2018 ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാർ ചേട്ടന്റെ ശബ്ദമാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ശബ്ദം ഞാനൊന്ന് ചെയ്തോട്ടെ. പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ സലീം കുമാർ ചേട്ടന്റെ ശബ്ദം. എന്താ പേര്? ഇത് അബ്ദുള്ള, ഇത് ഷെയ്ഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. അങ്ങ് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവരെ പോലെങ്കിൽ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണം. അപ്പൊ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്?
നാട്ടുകാർ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. നമ്മൾ ഈയിടെ നമ്മുടെ കായംകുളത്ത് ഒരു പ്രോഗ്രാം അനീഷ് ബാല, നമ്മുടെ അനീഷേട്ടന്റെ പരിപാടിക്ക് കായംകുളത്ത് അന്ന് നസീറൊക്കെ ഉണ്ട് സംക്രാന്തി. അപ്പൊ ഞാൻ ഈ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഞാൻ 2-3 പേരെ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുള്ളൂ നസീറക്കയുടെ വോയിസ്, ലൈവ് വോയിസ്. അപ്പൊ നസീർക്ക സ്റ്റേജിൽ നിൽക്കുന്നു, ഞാൻ അന്നേരം നസീർക്കയുടെ വോയിസ് ചെയ്യുന്നു. അപ്പൊ ആ നസീർക്കയുടെ വോയിസ് ഞാനന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ എൻ്റെ പഴയകാലം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നു എന്നറിയാവോ. ഒരു സരള, ഒരു പത്മം, ഒരു കുസുമം, പിന്നെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അവൾ എന്നെ തേച്ചിട്ട് പോയി. ഇപ്പൊ ഒരൊറ്റ ഒരുത്തി പോലും എന്നെ കണ്ട തിരിഞ്ഞു നോക്കത്തില്ല. ആ സത്യം. നസീർക്കയുടെ ഈ വോയിസ് കേട്ട് നസീർക്ക് എന്നെ കെട്ടിപ്പിടിച്ച് അനീഷേട്ടൻ എല്ലാവരും നല്ല രസമായിരുന്നു. രശ്മി ചേച്ചി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ബിന്ദുജ ഉണ്ടായിരുന്നു. അന്നേരം നിങ്ങളെല്ലാം പുറകെ നിൽക്കുന്നു, അനീഷ് ബാലല്ലേ എന്നെ വിളിച്ച് പെട്ടെന്ന് കയറ്റി. അങ്ങനെ അത് നല്ലൊരു അനുഭവമായിരുന്നു. നസീർക്ക് എന്നെ കെട്ടി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞോ, സൂപ്പർ ആയിരുന്നു, അടിപൊളി. നസീർക്കയുടെ മാത്രമല്ല, ലൈവ് ചെയ്യാൻ നിഖിലേട്ടൻ ഭയങ്കര ഒരു അതിപ്പോ നമ്മള് പെട്ടെന്ന് സ്പോണ്ടൈനായിട്ട് വരുന്നതാണ്. നമ്മുടെ ഉല്ലാസിയേട്ടൻ, പിന്നെ അനീഷ് ബാലേട്ടന്റെ വോയിസ് തന്നെ എനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്തിട്ടില്ല. 2 പേരങ്ങണ്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ സുഹൃത്ത്, കോമഡി ഉത്സവത്തിൽ വന്ന ഒരു സുഹൃത്ത് മനീഷ് ഖാൻ പട്ടാഴി, മനീഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനീഷേട്ടന് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ 2 കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനീഷ് ബാലിന്റെ നമ്മുടെ ഏറ്റവും രസകരമായ ഒരു ക്യാരക്ടറാണ് കൊച്ചാപ്പിച്ചായൻ. അപ്പൊ ആ കൊച്ചാപ്പിച്ചായന്റെ ആ ഒരു വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. മാമന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, സംഭവിച്ചത് സംഭവിച്ചു. സംഭവിച്ചെന്നല്ല പറഞ്ഞത്, സംഭവിച്ചത് സംഭവിച്ചു. കുട്ടൻ മരിച്ചതെന്ന് പറഞ്ഞ ഉത്തരം മുട്ടി മരിച്ചു. അതാണ് സംഭവം നടന്നത്. ലിപ്പ് നോക്കി പിടിക്കണം, അടുത്ത നഗ്നമേനി ക്യാമറ. ഉല്ലാസിയേട്ടൻ അതുപോലെ തന്നെ ലൈവ് വോയിസ്. അതുപോലെ തന്നെ എനിക്ക് അനീഷേട്ടന്റെ കൂടെ കളിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഉല്ലാസ് പന്തളം, ഉല്ലാസേട്ടന്റെ സൗണ്ടാണ് ഞാൻ ആദ്യം നമ്മുടെ അന്ന് ചെയ്ത്. സലീം കുമാർ, ഉല്ലാസ് പന്തളം, PC ജോർജ്, അങ്ങനെ കുറെ വോയിസുകളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വോയിസാണ് ഉല്ലാസേട്ടൻ്റെ. ഒരു മരണ വീട്ടിലേക്ക് ഉല്ലാസേട്ടൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഞാൻ ശകലം ഡ്രിങ്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായമുള്ള ആൾ ഇഡലി കഴിക്കുന്നു. അപ്പോൾ പുള്ളിയെ ഇങ്ങനെ ഉല്ലാസം വെച്ച ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രായമുള്ള ചേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ് പുള്ളി. ഇതങ്ങനെ പറയണം. നീലട്ടോർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചങ്ങ് ഇറങ്ങിക്കണം, ഇഡലി സാമ്പാറും കേട്ട്. എടാ നിനക്കൊക്കെ നാണമില്ലയോ? ഇതൊക്കെ കടം മേടിച്ചുണ്ടാക്കുന്നൊരു ബോധമുണ്ടോ? ഇത് 1 ഇഡലിയായി, 2 ഇഡലിയായി, 10 ഇഡലി കഴിഞ്ഞു, 1 കിറ്റിലെ സാമ്പാർ പോയി ബ്ലിങ്ക. എന്ത് പറയാനാ, കാരണം അവരുടെ മുമ്പിൽ നിന്നിട്ട് അവരുടെ വോയിസ് അതുപോലെ തന്നെ സ്പോട്ടിൽ പെർഫോം ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അമൃത TV-ല് ഉല്ലാസേട്ടന് ലൈവ് ഞാൻ വോയിസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉല്ലാസേട്ടൻ കയറി വന്നു. ഉല്ലാസേട്ടൻ്റെ മുന്നിൽ വെച്ച് അന്നേരം വോയിസ് ഇമിറ്റേറ്റ് ചെയ്തു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അല്ല, മീശമാധവൻ എന്ന സിനിമയിൽ ഇന്ദ്രജിത്തിന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തു. 10-20 കൊല്ലമായില്ലേ പിള്ളേച്ച സർവീസിൽ? എങ്ങനെയാണോ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്? എന്താടാ നിന്റെ പേര്? മാധവൻ. കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ കാണുമ്പോഴേ ആ മീശ അവിടെ കാണരുത്, വടിച്ചേച്ച് വരണം. ക്ലീൻ ഷേപ്പ്. നമ്പൂരിച്ച സ്റ്റേഷനിലേക്ക് ചെല്ല് നമ്പൂരിച്ച. അനിയനുണ്ട് പൃഥ്വിരാജിന്റെ ശബ്ദം ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മുടെ അയ്യപ്പനും കോശി എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്. പഴയ ഡയലോഗാണ് എല്ലാവർക്കും ഇഷ്ടം. ചോക്ലേറ്റ് ഇല്ലേ, അതിനകത്തെ സീനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അന്നേരം ഇടയ്ക്ക് ഞാൻ വേദികളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ പറയും, ചേട്ടാ പുതിയൊരു ഡയലോഗ്. അന്നേരം ഈ അയ്യപ്പനും കോശിക്കകത്തെ ആ ഡയലോഗ്. എടോ അയ്യപ്പൻ നായരെ, ഞാൻ ഹവിൽദാർ കോശി കുര്യൻ. ഈ നാട്ടിലെ പിള്ളേരെന്നെ പട്ടാളം കോശി എന്ന് വിളിക്കും. ഞാൻ ഈ അട്ടപ്പാടിയിലൊക്കെ തന്നെ കാണും തന്റെ ക്രിമികേട് തീരുന്നു. അതല്ല, തീരാൻ ബുദ്ധിമുട്ടാണ്. തീർത്തിട്ടേ ഞാൻ പോകും, കേട്ടോടാ. ഇനിയിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2, 3, 4 ഇങ്ങനെ ഡബിൾ വോയിസുകളൊക്കെ സ്റ്റേജ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പൊ മീശമാധവൻ എന്ന സിനിമയിലെ നമ്മുടെ കൊച്ചിൻ ഇഫയും ജഗതി ചേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. പിള്ളേര് കടിയടച്ചത് കേട്ട് എന്താ കാണിച്ച്? അതിന് വലിയ ഭാരമൊന്നുമില്ല, വാ കാണിച്ചു തരാം. ഓ കൊണ്ടുവന്നിട്ടോ? അയ്യേ, ഇത് കണ്ടല്ലോ, ഇതിലും വൃത്തിയായിട്ട് 5 എണ്ണമായാണ്. എന്റെ 5 വർഷം പോയി. പിള്ളച്ച കേസ് കൊടുക്കണം, തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കണം. ബാധവരെ ഇപ്പൊ കൊല്ലി കട വരുത്തേ.
പിള്ളച്ച വിട്ടു പിള്ളച്ച. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഇത് ഭയങ്കര ടഫായിട്ടുള്ളതല്ലേ, നമ്മൾ ഭയങ്കര, പെട്ടെന്ന് ആ ബ്രീത്തും ഇതൊക്കെ. അതെ അതെ, ഇപ്പൊ പടപടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ കോമഡി ഉത്സവത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും അവിടെ ഫ്ലോറിൽ ചെല്ലുമ്പോൾ വലിയൊരു എനർജിയാണ് നമ്മുടെ മിഥുൻ ചേട്ടൻ. അപ്പോൾ മിഥുൻ ചേട്ടൻ അവിടെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഫാൾട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ അനുഭവസ്ഥരാണല്ലോ നമ്മൾ, അതൊരു ഭയങ്കര എനർജി തന്നെയാണ്. അപ്പോൾ ആ ഫ്ലോറിലെ നമ്മുടെ മിഥുൻ ചേട്ടൻ്റെയും ടിനി ചേട്ടന്, രമേശ് പിഷാരടി, ബിജിക്കുട്ടൻ ചേട്ടൻ, ഇവരൊരു ജഡ്ജ്മെന്റ് പറയുന്ന കോംബോ, ഈ 4 വോയിസും കൂടെ ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിക്കും. കോമഡി ഉത്സവത്തിന്റെ പേരിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, അമേസിങ് ബ്യൂട്ടിഫുൾ ടാലൻസ് ആണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ടിനിച്ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ. ബ്യൂട്ടിഫുൾ ടാലൻസ് ആണ് ഇവിടെ വരുന്നത്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളാണ് ഇവിടെ എത്തിയത്. ടിനിച്ചേട്ടാ, എന്താണ് പറയാനുള്ളത്? മിഥുനേ, എന്തായാലും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളാണ് വരുന്നത്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ഫ്ലോറിൽ വന്നാൽ തകർക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല, പൊളിച്ചടുക്കിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രമേശ് പിഷാരടി എത്തുന്നുണ്ട്. പിഷാരടി, എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ ഫ്ലവേഴ്സ് തരുമാറായി. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിജിക്കുട്ടൻ ചേട്ടനുണ്ട്. ബിജിക്കുട്ടേട്ടാ, ഒന്നും പറയാനില്ല, കിടക്കച്ചിയാണ്. കാരണം ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അടിച്ചു പൊളിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഗംഭീര ആർട്ടിസ്റ്റുകളാണ്, തകർക്കുന്നു. അപ്പൊ ചേട്ടൻ നമ്മുടെ പഴയ നടന്മാരുടെ വോയിസ് ഒരുപാട് പഴയകാല നടന്മാരുടെ വോയിസുകൾ ഞാൻ സ്റ്റേജ് ചെയ്യാറുണ്ട്. നമ്മൾ സ്പോട്ട് ഡബ് ചെയ്യും. നമ്മുടെ നരൻ എന്ന സിനിമയിലെ നമ്മുടെ മധുസാറിന്റെ വോയിസ്, അപ്പൊ ആ ഒരു വോയിസ് ഞാനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയുണ്ട്. സുനന്ദയെ ഗോപിക്ക് കെട്ടിച്ചു കൊടുക്കരുതെന്ന് നീ അന്ന് ഒരുപാട് പറഞ്ഞതാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്നും അന്ന് നിന്നെ ശാസിച്ചു. ചില തെറ്റുകൾ മാപ്പ് പറഞ്ഞ് തിരുത്താൻ പറ്റില്ലടൂ, എന്നാലും നീ എന്നോട് പൊറുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയകാലം നടൻ നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ്റെ ശബ്ദം പഞ്ചാബി ഹൗസിനകത്ത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ആ ഒരു ശബ്ദം നമുക്ക് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആട്ടെ, നിങ്ങളിൽ ആർക്കാ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നേ? എന്താ നിന്റെ പേര്? ഭരണനോ? എടാ ഉത്തമ, ഇവരെ കൊണ്ട് ഇവിടെ കിടക്കുന്ന ഷൂസ് എല്ലാം പോളിഷ് ചെയ്യിക്കേ. ആ ഡയലോഗ്സ് ഒന്നും നമുക്ക് മറക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ബൈ ഹാർട്ട് അല്ലേ? അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ പഴയകാല ഒരു നടനുണ്ട്, നമ്മുടെ പറവൂർ ഭരതനില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ വെപ്രാളവും പരവേശവും ഇങ്ങനെയുള്ള ഭയങ്കര രസമാണ്. ഒരു സിനിമയ്ക്ക് പറവൂർ ഭരതന്റെ എനിക്കൊന്ന് മേലെ പറമ്പിലാണ് വീടാണ് ഒരു, അതിനകത്ത് ഒരു സീനുണ്ട്, നരേന്ദ്രപ്രസാദിന്റെ കൂടെ ഉള്ള ഒരു സീൻ. മുതലാളി, ഈടത്ത് കുട്ടികൾക്കൊക്കെ ഇച്ചിരി കത്തി വീഴ്ചയുണ്ടോന്നൊരു സംശയം, അതുകൊണ്ട് ഞാൻ പറയുന്നു അടിയോടെ വെട്ടിക്കളാണ്. അയ്യോ എന്റെ കാലേ. നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ PC ജോർജ് സാറ് നമ്മുടെ മീഡിയാഗ്രാഫിക് TVക്ക് വേണ്ടി ഒരു ഡയലോഗ് പറഞ്ഞു. എന്റെ പോന്റെ അജിത്തേ, നിങ്ങളുടെ ചാനലുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത് നമ്മുടെ പ്രേക്ഷകരൊക്കെ നല്ല സപ്പോർട്ടുള്ള ഒരു ചാനൽ, നമ്മുടെ മീഡിയാഗ്രാഫിക് TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസവും, എന്ത് രസമാണെന്നറിയോ? അതാണ് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി. നിങ്ങളൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുക കേട്ടോ. അല്ലെന്നുണ്ടല്ലോ ഞാൻ വല്ല എന്തെങ്കിലും ആയിത്തരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വല്ല പൊളിച്ച തേറിയ വല്ലോ പറയും. അത് വെറുതെ പറഞ്ഞതാ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിയും ഉമ്മൻചാണ്ടി സാറും തമ്മിലൊരു കോമ്പിനേഷൻ സ്റ്റേജിൽ കൈയടി. നമുക്കെതിരെ പാലവെച്ച എല്ലാ പരിസരവാസികൾക്കും സബ്കോ നമസ്കാർ. സപ്ലൈകോ വഴി എന്തൊക്കെയോ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. കേരളമേ കച്ചാ ദേശം, കേരളമേതോ അച്ഛൻ്റെ ദേശമാണെന്നാണ് പുള്ളി പറയുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ദേശമാണെന്നാണ് പുള്ളി പറയുന്നത്. മംഗളയാൻ എന്തോ കളയാൻ വിളിച്ച് പറയുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. മംഗളയാൻ അഭിമാനിക്കുക. മംഗളയാൻ കാരണം അഭിമാനം പോയെന്നാണ് പുള്ളി പറയുന്നത്. നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ മിമിക്രിയിൽ ചേട്ടൻ എപ്പോഴും നല്ല സ്പെഷ്യൽ ആയിട്ട് തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന 2 വ്യക്തികളുണ്ടല്ലോ. ഉണ്ട്. അത് നമ്മളെ ഞാൻ പേര് പറയുന്നില്ല, പ്രേക്ഷകർ തന്നെ കമന്റ് ബോക്സിൽ വരട്ടെ. അതെ അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പോട്ട് ഡമ്മിങ്ങിന് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം കലാകാരൻ നമ്മുടെ ജാഫർക്കയുടെ ശബ്ദം
കൂമൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ജാഫ്രിക്കയുടെ ശബ്ദം ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യും. അതിനെ തന്നെ സാറേ ഒരു രസമുള്ള ചിലക്കത് കാശിന് വേണ്ടി മാത്രമുള്ള പണിയല്ല, ഒരു തൃപ്തി വേണ്ടേ. കാശും പണ്ടൊക്കെ അലമാരി വെച്ച് പൂട്ടിയിട്ട് മനുഷ്യൻ്റെ ഒരു ഉറക്കമുണ്ട്, ഭൂതം നിരയാക്കുന്ന പോലെ. എനിക്കിത് കാണുമ്പോൾ തരിപ്പ് വരും സാറേ. ആ തരിപ്പോടെ മോഷി കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് കിട്ടത്തില്ല സാറേ. അതുകൊണ്ടാണ്. ഓ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ആക്ടറാണ് നമ്മുടെ മനോജ് കെ ജയൻ. മനോജേട്ടനെ എനിക്ക് തോന്നുന്നു ഞാൻ ആ കോമഡി ഉത്സവത്തിൽ ചെയ്തിട്ട് പ്രചോദേട്ടന് ഇത് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ മനോജേട്ടൻ നല്ല കമന്റ് ഒക്കെ പറഞ്ഞു, എന്നോട് പറഞ്ഞായിരുന്നു വിളിച്ചത്. അപ്പൊ രാജമാണിക്ക് എന്ന സിനിമയിൽ ആ ഹൈ പിച്ച് ഡയലോഗ് ഉണ്ട് മനോജേട്ടന്റെ. അപ്പൊ ആ ഡയലോഗ് ഞാനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. എന്റെ അമ്മയുടെ പേര് വേണ്ടെങ്കിൽ വേണ്ട, പകരം ഏതെങ്കിലും തെരുവുനാടെ പേരെടുത്തത്. പക്ഷേ ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീയുടെ പേരിലെ ഈ ധർമ്മസ്ഥാപനം കെട്ടിപ്പൊക്കുന്നെങ്കിൽ നടത്തിക്കില്ല സെൽവം. രാജരത്നം പിള്ളയുടെ ബിസിനസ് സാമ്രാജ്യത്തിലെ അവസാന സംരംഭം ആ വാക്കറും പറ്റും. ഒട്ടക്കത്തെ സംരംഭം നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ. വാ അടിപൊളി. മീഡിയ ഗ്രാഫിക്സ് ടിവിയോടൊപ്പം കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ച നമ്മുടെ കലാകാരൻ നിഖിൽ ചേട്ടന് 1000 നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം മീഡിയ ഗ്രാഫി ടി വിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും പ്രേക്ഷകരാണ് നമ്മളെ നല്ല നല്ല വേദികൾ തരുന്നതും എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളാണ് ഞങ്ങൾക്ക് തരേണ്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം, സ്നേഹം, നന്ദി, നമസ്കാരം. മീഡിയ ഗ്രാഫിക്സ് ടി വി യൂട്യൂബ് ചാനൽ, കലയും കാഴ്ചയും.